വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം പാറശാലയിൽ 7 മാസം ഗർഭിണിയായ യുവതിക്ക് പൊള്ളലേറ്റു. ഗർഭസ്ഥ ശിശു മരിച്ചു. മുരിയങ്കര സ്വദേശി അജയ് പ്രകാശിന്റെ ഭാര്യ അരുണിമയാണ് പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സൈനികനായ അജയ് പ്രകാശും അരുണിമയും അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. സംഭവ സമയത്ത് വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, എന്തായിരുന്നു സംഭവിച്ചത്? പ്രാഥമിക നിഗമനം എന്താണ്? കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു ഇത്തരമൊരു പൊള്ളലേറ്റ നിലയിൽ അരുണിമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അരുണിമ മുരുകങ്കര സ്വദേശിയായ അജയ് എന്ന സൈനികന്റെ ഭാര്യയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പായിരുന്നു ഇവർ വിവാഹിതരായത്. 7 മാസം ഗർഭിണിയുമായിരുന്നു. 6 മാസക്കാലമായി ഭർത്താവിനോടൊപ്പം ജോലി സ്ഥലത്ത് ആയിരുന്ന അരുണിമ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നാട്ടിലെത്തിയത്. ഭർത്തൃ വീടിനോടടുത്തുള്ള വീട്ടിലായിരുന്നു താമസം. എന്നാൽ 2 ദിവസം മുമ്പായിരുന്നു വീട്ടിൽ പൊള്ളലേറ്റ നിലയിൽ അരുണിമയെ കണ്ടെത്തുന്നത്. തുടർന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ സമയം അരുണിമ 7 മാസം ഗർഭിണിയായിരുന്നു. എന്തായാലും 60% പൊള്ളലേറ്റ അരുണിമയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. വളരെ സങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയെ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. അതേസമയം ഈ പറയുന്ന അരുണിമയുടെ നില ഇപ്പോഴും അതീവ സങ്കീർണ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവരടുത്ത് എത്തി അരുണിമയുടെ മൊഴിയെടുത്തിട്ടുണ്ട്. അതേസമയം അരുണിമയുടെ ബന്ധുക്കൾ ആരോപണം ആയി രംഗത്ത് ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പാറശാല പോലീസ് കേസെടുത്ത് മേൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് അരുൺ മോഹൻ. തൃശൂർ തളിക്കുളത്ത് സ്ത്രീയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. തളിക്കുളം സ്വദേശി ഷാജിദയാണ് കൊല്ലപ്പെട്ടത്. 54 വയസ്സായിരുന്നു. വലപ്പാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ പ്രതി ഹബീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പണയം വെക്കാൻ സ്വർണം നൽകാത്തതാണ് കൊലപാതക കാരണം. ഹബീബ് ഷാജിദയെ ആക്രമിക്കുന്നത് കണ്ട് ഓടിയെത്തിയ അയൽക്കാർ ഹബീബിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലത്ത് ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിനുള്ളിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കേരളപുരം സ്വദേശി ഉമാ പ്രസന്നനാണ് മരിച്ചത്. ഡിസംബർ 29 മുതൽ കാണാനില്ലായിരുന്നു. വിശദാംശങ്ങളുമായി ഷാനോസ് ഡേവിഡ് ചേർന്നു. ഷാനോസ്, എന്താണ് വിവരങ്ങൾ? ഷമി, രാവിലെയാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. കഴിഞ്ഞ 29 മുതൽ ഇവരെ കാണാനില്ല എന്ന് കാട്ടി ഇവർ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടും കണ്ടെത്താനാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവര് ഉമാ പ്രസന്നൻ 32കാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോട്ടറി വിൽപ്പന, അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിൽപ്പന എന്നിവരാണ് കൊല്ലം ഭാഗത്തായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. പോലീസിന്റെ അന്വേഷണം കുണ്ട്ര പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ 29-ാം തീയതി ബീച്ചിൽ ഇവരെത്തിയിരുന്നതിന് ശേഷമാണ് ഇവരെ കാണാതാവുന്നത്. ഇതിലിപ്പം മൃതദേഹം കണ്ടെത്തിയത് കൊല്ലത്ത് റെയിൽവേയുടെ കുറെ കെട്ടിടങ്ങൾ ഇങ്ങനെ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതിലൊന്നിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇതിൽ പ്രശ്നം വെച്ചാൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരൊക്കെ സ്ഥിരമായി രാത്രി കാലങ്ങളിലൊക്കെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഈ റെയിൽവേയുടെ ആൾതാമസമില്ലാത്ത പല ക്വാർട്ടേഴ്സുകളും. അതിലൊന്നിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. രാവിലെ അവിടെ എത്തിയ ചില ആളുകളാണ് ഈ മൃതദേഹം കിടക്കുന്നത് കണ്ടിട്ട് പോലീസിനെ വിവരം അറിയിക്കുന്നത്. മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതൊരു കൊലപാതകമാണോ എന്നൊരു സംശയം പോലീസിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഇവര് കൊല്ലത്തെ കൊറ്റങ്കര എന്ന് പറഞ്ഞ ഭാഗത്ത് ഇവർ വാടക താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷം മുമ്പാണ് ഇവരുടെ ഭർത്താവ് ബിജു മരിച്ചു പോകുന്നത്. അതിനുശേഷമാണ് ഇവര് ഈ ലോട്ടറി വിൽപ്പന, അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിൽപ്പനയുമായിട്ടൊക്കെ കൊല്ലം നഗരത്തിലും അതുപോലെ തന്നെ ആ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നത്. ഇവര് ഈ കേരളപുരം സ്വദേശിയാണ് ഉമാ പ്രസന്നൻ എന്ന് പറഞ്ഞ ആള്. അവര് കൊറ്റങ്കര ഭാഗത്ത് വാടക താമസിക്കുകയായിരുന്നു. എന്നാലും ഇന്ന് രാവിലെ അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. പോലീസ് ഇവരെ കണ്ടെത്താൻ വേണ്ടി പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇങ്ങനൊരു വിവരം കിട്ടുന്നതും ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. വിവരങ്ങൾ നൽകിയത് ഷാനോസ് ഡേവിഡ്. മലപ്പുറം മമ്പാട് ടാണയിൽ ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. ബിഹാർ സ്വദേശി മുഹമ്മദ് ഗുലാം ആലമാണ് മരിച്ചത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും രോഗിയുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുകയായിരുന്ന 108 ആംബുലൻസും മഞ്ചേരി ഭാഗത്തുനിന്ന് നിലമ്പൂരിലേക്ക് വരികയായിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്.
റോഡിനു കുറുകെ മരത്തിന്റെ കൊമ്പ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗസ്ത്യമൊഴി കുന്നമംഗലം റോഡിലെ മുക്കം മാമ്പറ്റയിലാണ് മാവിന്റെ വലിയ കൊമ്പ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അപകട സമയത്ത് റോഡിൽ ആളില്ലാത്തതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി റോഡിൽ വീണ കൊമ്പ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വടകരയിൽ ഫിഷറീസ് ഓഫീസർ ഇല്ലാതായിട്ട് 6 മാസം. ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ പ്രയാസം നേരിടുന്നതായിട്ടാണ് പരാതി. വടകര കൂരിയാടിയിലാണ് ഫിഷറീസ് ഓഫീസ് ഉള്ളത്. ഇവിടെ ഫിഷറീസ് ഓഫീസർ ഇല്ലാതായിട്ട് മാസങ്ങളായി. അഴുത്തല മുതൽ പൂഴിത്തല വരെയുള്ള 8000-ഓളം ക്ഷേമനിധി അംഗങ്ങളാണ് വാർഷിക അംഗത്വം പുതുക്കാൻ നെട്ടോട്ടമോടുന്നത്. 5000 മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളും 3000-ഓളം അനുബന്ധ ക്ഷേമനിധി അംഗങ്ങളുമാണ് ഉള്ളത്. വാർഷിക അംഗത്വം പുതുക്കിയാൽ മാത്രമേ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാനാകൂ. ഇപ്പോൾ തൽക്കാലം ബേപ്പൂർ ചുമതലയുള്ള ആൾക്ക് ആഴ്ചയിൽ 2 ദിവസത്തേക്ക് അധിക ചുമതല പേരിന് നൽകിയെങ്കിലും അത് പ്രായോഗികമല്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഫിഷറീസ് ഓഫീസർ ഇല്ലാതെ 8 മാസത്തോളായി. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ഓഫീസർക്ക് ചുമതല നൽകാൻ ഇവിടെ ഉദ്യോഗസ്ഥരുമില്ല. ഫിഷറീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമേ ഉള്ളൂ, ഫിഷറീസ് ഓഫീസർ. അതില്ലാത്തതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് ഓഫീസിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. മത്സ്യത്തൊഴിലാളി സമ്പാദ്യ ആശ്വാസ്യ പദ്ധതി കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു ഇതുവരെ നൽകിയിട്ടില്ല എങ്കിലും ഈ വർഷത്തെ മത്സ്യത്തൊഴിലാളി വിഹിതം സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വിഹിതം അടയ്ക്കുവാൻ അംഗത്വം പുതുക്കണം. അംഗത്വം പുതുക്കാൻ കഴിയാതെ സമ്പാദ്യ ആശ്വാസ പദ്ധതിയിൽ നിന്ന് പുറന്തള്ളപ്പെടുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ഉടൻ വടകരയിൽ ഫിഷറീസ് ഓഫീസറെ നിയമിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 വടകര. കണ്ണൂർ മാതമംഗലത്ത് സ്റ്റീൽ വ്യാപാര സ്ഥാപനത്തിൽ ലോഡ് ഇറക്കുന്നത് CITU ചുമട്ട് തൊഴിലാളികൾ തടഞ്ഞു. ഹൈക്കോടതി ഉത്തരവ് നേടി സ്വന്തം തൊഴിലാളികളെ വെച്ച് ലോഡ് ഇറക്കാനുള്ള നീക്കമാണ് ചുമട്ട് തൊഴിലാളികൾ തടഞ്ഞത്. കഴിഞ്ഞ മാസവും ഇങ്ങനെ തടഞ്ഞിരുന്നുവെന്നും പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്നും സ്ഥാപന ഉടമ പറയുന്നു. ഇന്ന് രാവിലെ ലോഡ് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. തൊഴിലാളികളെല്ലാം ഓൾറെഡി നിലവിൽ നിൽക്കുന്നുണ്ട്. അന്നേരം പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ ചോദിച്ചിരുന്നു. അതുപ്രകാരം പോലീസ് പ്രൊട്ടക്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നതിന് ശേഷം കുറച്ച് ചുമട്ടുതൊഴിലാളികൾ ഇവിടെ മാതമംഗലത്തിലെ CITUവിൻ്റെ ചുമട്ടുതൊഴിലാളികൾ കടയിൽ കയറിയിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തത് നമുക്ക് ലോഡ് ഇറക്കാൻ തരണമെന്ന് പറയുകയും അവസാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസിന് പ്രൊട്ടക്ഷൻ തരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നിലവിൽ. പോലീസ് പറയുന്നത് ഫോഴ്സില്ല, എല്ലാവരും ശബരിമല ഡ്യൂട്ടിയാണ്. പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പം ലോഡ് കൊണ്ടുവന്ന അതേസമയം തൊഴിൽ നിഷേധം അംഗീകരിക്കില്ലെന്ന് CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പറഞ്ഞു. ഇതേ സ്ഥാപനത്തിന്റെ പഴയങ്ങാടിയിലെ ബ്രാഞ്ചിലും CITU ആഴ്ചകളോളം സമരം നടത്തിയിരുന്നു. കലോത്സവ വിശേഷങ്ങൾ. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ GTechലൂടെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനം പകുതി പിന്നിടുമ്പോൾ കണ്ണൂരും കോഴിക്കോടും 286 പോയിന്റുമായി ഒപ്പത്തിനൊപ്പമാണ്. അത് പിന്നെ ഓരോരോ ആചാരങ്ങളൊക്കെ ആവുമ്പോ കോഴിയൊക്കെ ഉറപ്പിക്കാം. വിവരങ്ങളുമായി കലോത്സവ വേദിയിൽ നിന്ന് അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, കലാമാമാങ്കം അതിന്റെ 2ാം ദിവസം എത്തി നിൽക്കുമ്പോൾ മത്സരങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? പ്രധാന വേദിയിൽ ഇന്ന് ഏതൊക്കെ മത്സരമാണ് എത്താനുള്ളത്? രേണുക, ഇന്ന് ഗ്ലാമർ ഐറ്റങ്ങൾ കലോത്സവത്തിലെത്തുന്ന അതിന്റെ 2ാം ദിനം. ഇന്നാണ് നാടക മത്സരം, ഇന്നാണ് ഒപ്പന. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നാടക മത്സരവും ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഒപ്പന മത്സരമാണ് പ്രധാന വേദിയിൽ ഇനി നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നാടക മത്സരം കോഴിക്കോട് സാമുറിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ
പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ തുടങ്ങിയ നാടകം 6ാമത്തെ നാടകം അരങ്ങിലെത്തിയിരിക്കുന്നു. അത്തരത്തിൽ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നാടക മത്സരത്തിലും എല്ലായിടത്തും കാണുന്നത്. തിങ്ങി നിറഞ്ഞ ഒരു സദസ്സ്. നമുക്ക് അറിയാം കോഴിക്കോടിന്റെ നാടകവുമായിട്ടുള്ള ബന്ധം. അങ്ങനെ ഈ നട്ടുച്ച നേരത്തും കോഴിക്കോട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സ് നാടകം കാണാൻ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കലോത്സവത്തിന്റെ പ്രത്യേകത. ഒപ്പനവേദിയുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. ഒപ്പന മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ വലിയ ജനത്തിരക്കാണ്. റോഡിലെങ്ങും നിറയെ ആളാണ്. അങ്ങനെ കലോത്സവം നാട്ടുകാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതവിടെ കുറെ പേരൊക്കെ ഉണ്ട്. നാടകം കാണാൻ വേണ്ടി വന്നാണല്ലേ? എങ്ങനെയുണ്ട് നാടകങ്ങളൊക്കെ കണ്ടോക്കെ? ഞാനിപ്പോ ഒന്നേ ഉള്ളൂ, കുഴപ്പമില്ല. നാടകങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല അഭിപ്രായമാണ്. നാടക മത്സരം കണ്ടോണ്ടിരിക്കും. നാടക മത്സരം കാണാനായിട്ട് വന്നിട്ടില്ലോ? എവിടുന്നാ? കോഴിക്കോട് തന്നെയാണോ? തൃശ്ശൂർ. കലോത്സവം കാണാനായിട്ട് വന്നു? അല്ലല്ല, ഞാൻ പഠിക്കാനാണ്. ഓക്കെ. നിരവധി ആളുകൾ ഇങ്ങനെ നാടക മത്സരം കാണാനും ഒക്കെയായിട്ട് കോഴിക്കോട് ഈ കലോത്സവ വേദിയിലേക്ക് എത്തുന്നു. നാടക മത്സരം തുടരുകയാണ്. പകുതിയിൽ താഴെ നാടകങ്ങൾ മാത്രമേ ഇതുവരെ അരങ്ങിലെത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്നലത്തേതുപോലെ മത്സരം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. വൈകിയും ഇവിടെ നാടക മത്സരം തുടരാനുള്ള സാധ്യതയുണ്ട്. ഇനിയും 10ഓളം നാടകങ്ങൾ അരങ്ങിലെത്താനുണ്ട്. വാശിയേറിയ മത്സരം തന്നെയാണ് എല്ലാ വേദികളിലും നടക്കുന്നത്. മിമിക്രി മത്സരം രാവിലെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇനി സംഘഗാന മത്സരം ഉൾപ്പെടെയുള്ള കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഐറ്റംസ് ഇനിയും വേദിയിലെത്താനുണ്ട്. തിങ്കളും തങ്ങൾ കൂട്ടുണ്ട്, തിങ്കും കോളുകൾ ഇന്നുണ്ട്, തിങ്കളും തങ്ങൾ കൂട്ടുണ്ട്. നബിയരിൽ വിലാദത്തിൻ മധുഹുകൾ പുലരിയിലാകെയും ശുകുരുണ്ട്. അഹ പരിസരമാകെ മൊളിയുണ്ട്, അഹ പൊലിവുണ്ട്. പൊലിവതിലുണ്ട് സ്വനമുകൾ പണ്ട് തകർന്നതും കോട്ടകൾ വിറകുണ്ട്. പൊലിവതിലുണ്ട് സ്വനമുകൾ പണ്ട് തകർന്നതും കോട്ടകൾ വിറകുണ്ട്. പൊലിന്തതും സാവാ വരണ്ടതും അതിശയം പേശാൻ പലതുണ്ട്. അഹ മുത്തു സുജൂദിൽ നിലകൊണ്ട് അഹ അജബുണ്ട്. അജബതിലെങ്കും അജമികൾ അറബികൾ വാർത്തകൾ കേട്ടവർ പലതുണ്ട്. അജബതിലെങ്കും അജമികൾ അറബികൾ വാർത്തകൾ കേട്ടവർ പലതുണ്ട്. മുമ്പത് പിറവിയിലിനാതിൽ മുട്ടിടും ഫല്ലും പതിവുണ്ട്. അഹ പിളർന്നത് രണ്ടായി പരിശുണ്ട്, അഹ ജോറുണ്ട്. ജോറതിലേ ഒപ്പരമാക്കി കൂട്ടും യൗമിതിലേ ചീമാനും താജിലറെങ്കും പൂവിൽ കൂടുകില്ലേ. കൂട്ടിടും നല്ല തിജാറത്തിൽ പണ്ട് കാമിലരെത്തിടും ഹക്കുകൾ വിണ്ട്. കൗതുകരി ബഹുകളേറ്റമിലുണ്ട്. തമിഴേ വിഭഹത്ത് നേടി വന്താനേ അലിവേ. ഏവരിലും ഊറ്റമി ചാറ്റുവനൂറ്റിയിടും മികവേ. മികവുകൾ ബീവിയും തേടിയും അന്ന് മഹിമകൾ തോഴിയിലുന്നിടും ചെന്ന്. മധുരമയൂറും കൗലുകൾ ചൊന്ന് അതുമേ കൗലുകൾ നാരിയിലാദരവാകിടുമേ. ചന്ദീര സുന്ദര സുദിനം ബിന്ദും പൂരിതമേ. പൂരിതമായേ ബിന്ദും കാണുന്നേ നാടിൻ. കാണികൾക്ക് ഏറെ പ്രിയമുള്ള ഒപ്പന മത്സരം ആരംഭിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളായിരുന്നു അശ്വിൻ വല്ലത്ത് നൽകിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 61 മൺചിത്രങ്ങൾ കൊണ്ട് ചരിത്രം തീർക്കുകയാണ് കോഴിക്കോട്ടെ ചിത്രകലാ അധ്യാപകർ. 61 മീറ്റർ നീളമുള്ള ക്യാൻവാസിൽ 61 അധ്യാപകർ ചേർന്നാണ് 61 ചിത്രങ്ങൾ മണ്ണുകൊണ്ട് വരച്ചത്. സംസ്ഥാനത്ത് കലോത്സവ നഗരിൽ ആദ്യമായി വരയ്ക്കുന്ന മൺചിത്രങ്ങൾ എന്ന നേട്ടത്തിനൊപ്പം ഗിന്നസ് റെക്കോർഡ് കൂടി ലക്ഷ്യമിട്ടാണ് അധ്യാപകരുടെ ചിത്രരചന. നിലവിൽ 8 മീറ്റർ മൺചിത്രത്തിനാണ് ഗിന്നസ് റെക്കോർഡ്. 2 മണിക്കൂർ കൊണ്ടാണ് ചിത്രരചന പൂർത്തിയാക്കിയത്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടി മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്.
കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. ഇടവേള. വർണ്ണവിസ്മയം വിരിയിച്ച് വയനാട്ടിലെ പുഷ്പമേള. അമ്പലവയലിൽ പൂപ്പൊലി 7ാം പതിപ്പിനോട് അനുബന്ധിച്ച് അഗ്രിഫെസ്റ്റും സംഘടിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും സംയുക്തമായിട്ടാണ് അന്താരാഷ്ട്ര പുഷ്പമേള ഒരുക്കിയത്. മനം നിറയ്ക്കുന്ന പൂമണം, മനം നയിക്കുന്ന വർണ്ണജാലം. മലയോര മേഖലയിലെ പൂക്കൃഷിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ഈ മേള. മേഖലയുമായി ബന്ധപ്പെട്ട കർഷകർക്കും ശാസ്ത്രജ്ഞർക്കും സംരംഭകർക്കും സാങ്കേതിക വിജ്ഞാനവും പുത്തൻ ആശയങ്ങളും ലഭ്യമാക്കാൻ കൂടി മേള ലക്ഷ്യമിടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം നമ്മൾ കുറഞ്ഞത് 5 ലക്ഷം പേരെങ്കിലും ഈ 15 ദിവസം കൊണ്ട് തന്നെ ഈ പൂപ്പൊലി കാണുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് അറിയാം, ചെടികളുടെ വൈവിധ്യം വളരെ കൂടുതലാണ്. പൂക്കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ പൂപ്പൊലി ഇവിടെ നടത്തപ്പെടുന്നത്. ഹൈബ്രിഡ് ലിലിയം, ജർബറ ഉൾപ്പെടെ പൂക്കളുടെ വലിയ ശേഖരമാണ് പ്രദർശനത്തിലുള്ളത്. പുഷ്പമേളയിലേക്ക് സന്ദർശകർക്കെത്താൻ സമീപ ജില്ലകളിൽ നിന്ന് KSRTC പ്രത്യേക സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ 15 നാളിനി വർണ്ണവിസ്മയങ്ങളുടെ വസന്തകാലമാണ് വയനാട് അമ്പലവയലിൽ. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന പൂപ്പൊലി കോമ്പൗണ്ടിൽ നിന്നും ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. ഇടുക്കി മാങ്കുളത്ത് ഗോത്ര കലാമേള സംഘടിപ്പിച്ചു. വിവിധ ഗോത്രവിഭാഗത്തിൽ നിന്നും കലാപരമായ കഴിവുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മഴവില്ല എന്ന പേരിൽ കലാമേള സംഘടിപ്പിച്ചത്. പുതുതലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ആദിവാസി വിഭാഗത്തിന്റെ തനത് കലാരൂപങ്ങൾ വിവിധ കുടികളിൽ നിന്നുള്ളവർ അവതരിപ്പിച്ചു. ആദിവാസി സമൂഹത്തിന്റെ സമഗ്ര ഉന്നമനത്തിനായി ദേവികുളം ജനമൈത്രി എക്സൈസ് നടത്തിവരുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ തുടർ പരിപാടിയായാണ് മാങ്കുളത്തും കലാമേള സംഘടിപ്പിച്ചത്. മേളയുടെ ഉദ്ഘാടനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദറാണി ദാസ് നിർവഹിച്ചു. இங்குள்ள மக்களுடைய நிதி நல்ல விதமாக இருக்கிறது என்பதை மனசில் கண்டுகொண்டேன். ஏனென்றால் நமது ஆபீசர் எக்ஸைஸ் ஆஃபீஸர் இங்கு வந்து எல்லாரும் சேர்ந்து எவ்விதமாக பாடுபட்டிருக்கிறார்கள், இந்த பகுதியை எந்த விதமாக கொண்டாடியிருக்கிறார்கள், எவ்வளவு கவனம் செலுத்தியிருக்கிறார்கள் என்பதை இந்த நேரத்தில் அவர்கள் சுட்டிக்காட்டினார்கள். മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അൻഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. പൂർവ്വകാല വിദ്യാർത്ഥികളുടെ കൂടിച്ചേരലുകൾ ഇന്ന് സജീവമാണ്. പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ചും ഗുരുക്കന്മാരെ ആദരിച്ചുമെല്ലാം നാടാകെ സംഗമങ്ങൾ നടക്കുന്ന കാലം. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സംഗമമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ആലക്കോട് നടന്നത്. സംഗമം നടത്താൻ ആലോചിച്ചപ്പോഴൊന്നും അവയവദാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാൽ 1-2 പേർ ഈ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ പലരും ഒപ്പം ചേർന്നു. 37 വർഷം മുൻപുള്ള ബാച്ചിൽ ഏതാണ്ട് 230ഓളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. പക്ഷേ ചിലരെ എത്ര തിരഞ്ഞിട്ടും സംഗമത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും 100-ലധികം പേർ സംഗമത്തിൽ പങ്കെടുക്കാനെത്തി. സ്വാഗത പ്രാസംഗികൻ അവയവദാനത്തെക്കുറിച്ച് പറഞ്ഞതോടെ പലർക്കും സന്തോഷമായി. തങ്ങളുടെ അവയവങ്ങൾ മരണശേഷം മറ്റുള്ളവർക്ക് ജീവൻ നൽകുമല്ലോ എന്ന സന്തോഷത്തിൽ പലരും സമ്മതമറിയിച്ചു. ഞങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ മസ്തിഷ്ക മരണം സംഭവിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അപ്രകാരം ഞങ്ങളുടെ ശരീരം മെഡിക്കൽ ആവശ്യക്കാരായ ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടി അവർക്ക് കാഴ്ചയായി, അവരുടെ ജീവിതമായി, ജീവനായി
ഞങ്ങളുടെ ശരീരം മാറ്റപ്പെടുമെങ്കിൽ, ശരീരത്തിലെ അവയവങ്ങൾ മാറ്റപ്പെടുമെങ്കിൽ അതിൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. മറ്റു ചിലർ കുടുംബത്തിൽ ആലോചിച്ചതിനു ശേഷം സമ്മതം അറിയിക്കാമെന്ന് വാക്കും നൽകി. എന്തായാലും 50-ലധികം പേർ അവിടെ വെച്ച് തന്നെ സമ്മതപത്രം കൈമാറി. ആലക്കോട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്യു സമ്മതപത്രം ഏറ്റുവാങ്ങി. ന്യൂസ് 18 ആലക്കോട്. പുനലൂരിൽ കമ്മ്യൂണിറ്റി പാർക്ക് നിർമ്മിച്ച വിദ്യാർത്ഥികൾ. ഒറ്റയ്ക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായി പാർക്ക് നിർമ്മിച്ചത്. കുട്ടികളിലെ മാനസികവും ബൗദ്ധികവുമായ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒറ്റക്കൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സുസ്ഥിര വികസനം, സുരക്ഷിത ജീവിതം എന്ന വേൾഡ് ഓർഗനൈസേഷൻ ആപ്തവാക്യം പാലിക്കുക കൂടിയാണ് ക്യാമ്പ്. വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതലെത്തുന്ന തെന്മലയിൽ പ്ലാസ്റ്റിക് ഉപയോഗം വളരെ കൂടുതലാണ്. ഇത് നിയന്ത്രിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് കമ്മ്യൂണിറ്റി പാർക്ക് ഒരുക്കിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്യമൃഗങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പാർക്ക് സജ്ജമാക്കിയത് ഇതും കണക്കിലെടുത്താണ്. സ്ഥിരമായ വികസനത്തോടൊപ്പം ഭാവി തലമുറയ്ക്ക് കൂടി നമ്മുടെ ലോകത്തെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാക്കി തീർക്കുക. അതായത് വെള്ളം മലിനമാകുന്നത്, അന്തരീക്ഷം മലിനമാകുന്നത്, പരിസരങ്ങൾ മലിനമാകുന്നു, അതെല്ലാം എല്ലാ കേഡറ്റുകളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവയിൽ നിന്നെല്ലാം നമ്മുടെ രാജ്യത്തെ സാവധാനം മുക്തമാക്കിക്കൊണ്ട് ഒരു സുരക്ഷിത ജീവിതത്തിലേക്ക് ജനതയെ ഉയർത്തിയെടുക്കുക എന്ന ആ ഒരു വേൾഡ് ഓർഗനൈസേഷന്റെ 17 മൊഡ്യൂൾസിനെ ആസ്പദമാക്കിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു. SPCയുടെ സീനിയർ ജൂനിയർ കേഡറ്റുകൾ ഒരുമിച്ചാണ് പാർക്ക് സജ്ജമാക്കിയത്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ SPC കേഡറ്റ്സിൻ്റെയും അവരുടെ മാതാപിതാക്കളുടെയും ഒറ്റയ്ക്ക സ്കൂളിൻ്റെയും SPCയുടെയും ഭാഗമായിട്ട് ആ സ്ഥലങ്ങളെ നമ്മൾ വൃത്തിയായിട്ട് അതിമനോഹരമായി ഒരു പൂന്തോട്ടമാക്കി എടുക്കാനുള്ള ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ പ്രോഗ്രാം നടത്തുന്നത്. കിഴക്കൻ മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. കമ്മ്യൂണിറ്റി പാർക്ക് ഇതിനൊരു പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് SPC സംഘം. ന്യൂസ് 18 പുനലൂർ. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.